നമ്മുടെ ഗേൾസിൻ്റെ ബർത്ത്ഡേ കേക്കും അതുപോലെ ബട്ടർഫ്ലൈയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ? നമ്മൾ ഗേൾസിൻ്റെ ബർത്ത്ഡേ കേക്കിന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചിന്തിക്കുക ബട്ടർഫ്ലൈസ് തന്നെ ആയിരിക്കും കേട്ടോ. നമുക്കൊരു റെഫറൻസ് എന്തെങ്കിലും ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക പ്രയോറിറ്റി കൊടുക്കുന്നത് ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു തീമായിരിക്കും. ഞാൻ എൻ്റെ മോട്ടിൽ ചെയ്തൊരു ബർത്ത്ഡേ കേക്ക് ഇതുപോലെ വിങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ. അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഈ ഒരു കസ്റ്റമർ എന്നോട് അതുപോലെ തന്നെ ചെയ്തു തരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഒരു ഗേളിൻ്റെ പിക്ക് ഒന്ന് മാറ്റിക്കട്ടെ എന്ന് ചോദിച്ചോട്ടോ. അപ്പം അത് ഞാൻ അന്ന് മോളുടെ പിക്ക് വെച്ചത് പിങ്ക് കളറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വിങ്സിന് ചേരുന്ന ഏതെങ്കിലും ഒരു ഗേളിൻ്റെ പിക്ക് വെച്ചാൽ മതിയെന്ന് വെച്ചാൽ ഈ കസ്റ്റമർ ഓക്കെ പറഞ്ഞു. കസ്റ്റമർ വേറെ ആരുമല്ല, എൻ്റെ മോൻ്റെ ടീച്ചറായിരുന്നു കേട്ടോ. മോൻ്റെ ടീച്ചറുടെ കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നു, 3rd ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ട് തന്നെ ചെയ്തോളാം പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കൊന്ന് ചെയ്തതുപോലെ സെയിം വിങ്സും അതുപോലെ ആ ഒരു ഗേളിൻ്റെ പിക്ക് മാത്രം വ്യത്യാസം വരുത്തിയിട്ട് സെയിം ഏകദേശം അതുപോലെ തന്നെയൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ ഷുഗർ ബോൾസ് എന്ന് പറഞ്ഞാൽ 2 കളർ ഷുഗർ ബോൾസ്, ഗോൾഡും അതുപോലെ സിൽവർ ഇട്ടുണ്ടായിരുന്നേ. അതും ഒക്കെ ഒന്ന് ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടോ. ശരിക്കും ഞാൻ ഇതുപോലെ വിങ്സ് വെച്ചിട്ടുള്ള കുറച്ച് മോഡൽസൊക്കെ ഫോട്ടോസ് കണ്ട സമയത്ത് ഇങ്ങനെ സേവ് ചെയ്തിട്ട് ഇത്തിരി ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരുന്നു എൻ്റെ മോൾക്ക് ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ വീണ്ടും ഒരു ഓർഡർ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. ഫൈനലി നമ്മൾ കേക്കിന് മോളുടെ പേരും കൂടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.